السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സർവാദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ രാജ്യം വെറുമൊരു രാഷ്ട്രമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു ജനാധിപത്യമാണ്, ഒരു മൗലികതയാണ്. എന്നാൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആശയങ്ങൾക്കും എതിരായുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലോകത്ത് പല മേഖലകളിലും ഇത്തരത്തിലുള്ള ഭരണ നിയന്ത്രണങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ കുറിച്ച് നാം ആശങ്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പൗരന്മാർക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലും ഉണ്ട്. പ്രിയപ്പെട്ട നെഹ്റുജി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, The children of today will make India of tomorrow. ഇന്നത്തെ വിദ്യാർത്ഥി തലമുറകളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്നത്, വാർത്തെടുക്കുന്നത് എന്നാണ്. അതും ഇന്നത്തെ സാഹചര്യവുമായി കൂട്ടിയോജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒന്നാണ്, വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ഫാസിസത്തിനെതിരെ. ജനാധിപത്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിച്ചു കളയുന്ന ഈ ഫാസിസത്തിനെതിരെ വിദ്യാർത്ഥികൾ കൃത്യമായ പോരാടേണ്ടതുണ്ട്. കാരണം ചരിത്ര താളുകൾ എടുത്തു നോക്കിയാൽ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഇത്തരം ഫാസിസ പ്രവർത്തനങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. 1942-43 കാലഘട്ടത്തിലെ ഇറ്റലിയിലെ വൈറ്റ് റോസ് മൂവ്മെന്റ് നടത്തിയ ചെറു ലേഖനങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്താണ് ഫാസിസം, എന്താണ് അവരുടെ അക്രമങ്ങൾ, എന്താണ് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ കാരണമായി. അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1920 മുതൽ 1940 വരെ ആന്റി ഫാസിസ്റ്റ് സ്റ്റുഡന്റ് ഗ്രൂപ്പുകൾ നടത്തിയ ചെറു വായനശാലകൾ സമൂഹത്തിൽ നിർമ്മിച്ചെടുത്ത് സമൂഹത്തിലേക്ക് അറിവ് മനസ്സിൽ കൊടുക്കുകയാണ്. സമൂഹത്തിന് ജനാധിപത്യ ബോധ്യം മനസ്സിലാക്കി കൊടുത്തതിന് ഇത്തരം ആന്റി ഫാസിസ്റ്റ് സ്റ്റുഡന്റ് ഗ്രൂപ്പുകൾ സഹായമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, 1960 ദക്ഷിണ കൊറിയയിൽ നടന്ന ഏപ്രിൽ വിപ്ലവം സൂചിപ്പിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റായ സൈഗ്മണ്ട് റീയെ പോലെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണം മുൻനിർത്തി നമുക്ക് പറയാൻ പറ്റും, ഞാനും നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ എന്താണോ നെഹ്റുജി കൊണ്ടുവന്ന, എന്താണോ ഗാന്ധിജി കൊണ്ടുവന്ന, എന്താണോ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ ജനാധിപത്യ, ആ രാഷ്ട്രീയ, ആ സാംസ്കാരിക ഇന്ത്യയെ നമുക്ക് വീണ്ടും കൊണ്ടെടുക്കാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും. ഇവിടെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കുക, എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടേണ്ടത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, വിദ്യാർത്ഥികളാകുന്ന നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അറിവ് സമ്പാദിച്ചെടുക്കുക, വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതാണ്. കാരണം ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അവരുടെ നേടിയ അക്രമങ്ങളോ അവരുടെ യുദ്ധക്കോപ്പുകളോ ഒന്നുമല്ല, മറിച്ച് ഇതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നാം ആകുന്ന സമൂഹം മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ മൗനങ്ങളാണ് അവിടെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അറിവ് സമ്പാദിച്ചെടുത്ത്, ബോധം മനസ്സിലാക്കിയെടുത്ത് എന്താണ് ശബ്ദിക്കേണ്ടത്, എങ്ങനെയാണ് തിരിച്ച് അവരെ പ്രതികരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. എന്താണ് സംസ്കാരം, എന്താണ് മതം, എന്താണ് ഭാഷ, ഇത് കൃത്യമായി മനസ്സിലാക്കിയെടുത്ത് ഇതിനെ നിലകൊണ്ട് ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. മറ്റൊന്ന്, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മുടെ നിലപാടുകൾ ഉറച്ച ശക്തിയോടെ നാം സമൂഹത്തിൽ കൊണ്ടുവരണം. നമ്മുടെ നിലപാടുകൾ കൃത്യമായി സമൂഹത്തിലേക്ക് നാം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു സമൂഹം മാറ്റം സംഭവിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിൽ ഏറ്റവും പ്രധാന കണ്ണിയായി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഒരു സംഘടിത പ്രവർത്തനം എന്നത്. സംഘടിത പ്രവർത്തനത്തിലൂടെ നമുക്ക് ഏതൊരു സംവിധാനത്തെയും, ഏതൊരു തെറ്റായ കാര്യത്തെയും, ഏതൊരു അക്രമത്തെയും തകർത്ത് കളയാനാണ് സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.
ഇസ്ലാമിലായിക്കോട്ടെ അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ കടിക്കുമെന്നുള്ളത്. ഒറ്റപ്പെട്ട് നാം മാത്രം, നമ്മുടെ സ്വത്വത്വം, ഞാനും എന്റെ കുടുംബം മാത്രമായി ജീവിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഈ തലമുറക്കും വലിയ നഷ്ടം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സംഘടിത പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ആവശ്യമാണ്. ആ ഒരു നിലക്ക് നോക്കുമ്പോൾ SSF പോലോത്ത, അതുപോലെ ഇതിന് ഉപോത്പത്തിയായ നിരവധി സംഘടന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത്തരം സംഘടിത പ്രവർത്തനങ്ങൾ അതിലൊരു അംഗമായി അതിലെ പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടിയാണ് നാം ഉറപ്പെടുത്തണം. കാരണം രാജ്യസ്നേഹം എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് എന്നുകൂടി ഞാൻ നബി തങ്ങളുടെ ഒരു ഹദീസിന്റെ വാക്ക് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ വരകൾ അത് സമൂഹത്തിന് വേണ്ടിയാകുമ്പോഴാണ് നമ്മുടെ രാജ്യം ഒരു സാംസ്കാരികമായ, ഒരു മൗലികതയുള്ള, നാം സ്വപ്നം കണ്ട നമ്മുടെ കഴിഞ്ഞുപോയ രാജ്യമായി മാറുന്നത്. പിന്നെ നമ്മുടെ സജീവ പൗരത്വം നാം ഇവിടെ നിലകൊള്ളേണ്ടതുണ്ട്. കാരണം കൃത്യമായ വോട്ടവകാശങ്ങൾ നാം തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. കൃത്യമായി 100% വോട്ടവകാശം നടത്തുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യ തീരുമാനങ്ങൾ ആകുന്നത് എന്ന് ഉറപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹമാണ് നമ്മുടെ രാജ്യത്തെ തിരികെ കൊണ്ടുവരേണ്ടത്. നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.